നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കേരളത്തിൽ മമ്മൂട്ടി എന്നൊരു സൂപ്പർ സ്റ്റാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരവാന് അദ്ദേഹം സ്വന്തം കാശെടുത്ത് ഡീസൽ അടിക്കും. ഇവിടെ ഉള്ളവനോ 50 കോടി ശമ്പളം വാങ്ങുന്നവൻ പോലും 1000 രൂപ കാറിന് ഡീസൽ അടിക്കാൻ തരൂ സാർ എന്ന് പറയുന്ന നടീനടന്മാരാണ് ഈ നാട്ടിലുള്ളത് എന്ന് പറഞ്ഞയാൾ. നയൻതാരയ്ക്ക് 6 കോടിയോ 10 കോടിയോ ശമ്പളം, 7 അസിസ്റ്റൻറ്റുമാർ, ഒരാൾക്ക് ഒരു നാൾ 15,000 രൂപ ശമ്പളം, ബാറ്റ. 50 ദിവസം ഷൂട്ടിംഗ് നടന്നാൽ 50 ലക്ഷം രൂപ ഒരു നടിയുടെ എഴുത്തുകൾക്ക് കൊടുക്കുക. ഈ നാട്ടിൽ അത് നടക്കുന്നു. വേറൊരുത്തിക്ക് മേക്കപ്പ് ഇടാൻ തമിഴൻ പോരാ, ബോംബെയിൽ നിന്നും വരുത്തണം. ലക്ഷങ്ങൾ ശമ്പളം അവന്. പിന്നെ എങ്ങനെ സിനിമ രക്ഷപ്പെടും? യാഷ് എന്നൊരു നായക നടനുണ്ട് ഇപ്പോൾ. അവന് ശമ്പളം കൊടുക്കണ്ട, ആ കാശ് കൂടി സിനിമയിൽ മുടക്കൂ സാർ എന്ന് പറയും. പടം ഓടി ലാഭം കിട്ടിയാൽ ഷെയർ കൊടുത്താൽ മതി, അയാൾക്ക് ഷെയർ മാത്രം കൊടുത്താൽ മതി. ഞാൻ നേരിൽ എവിടെയെങ്കിലും വെച്ച് യാഷ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കണ്ടാൽ കാലിൽ തൊട്ട് തൊഴും. 250 കോടി രൂപ പ്രതിഫലം ചോദിക്കുന്ന നായകനെ ഞാൻ കുറ്റം പറയില്ല. അവനെ വച്ച് 1000 കോടിക്ക് സിനിമ എടുത്ത് പൊളിഞ്ഞാൽ ഞാൻ ആ സംവിധായകനെ മാത്രമേ പഴി പറയൂ. വിവാദമാകുന്നതും ചിന്തനീയവുമായ നിരവധി നിരീക്ഷണങ്ങൾ മറയില്ലാതെ മൈക്കിന് മുന്നിൽ പറയുന്ന നിർമ്മാതാവായിരുന്നു തമിഴ് സിനിമാ നടനും കൂടിയായ കെ രാജൻ. തങ്കമാന തങ്കച്ചി, ചിന്നപ്പൂവെ കിള്ളാതെ തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. 1983 ബ്രഹ്മചാരികൾ എന്ന ചിത്രമാണ് കെ രാജൻ ആദ്യമായി നിർമ്മിച്ചത്. ഡബിൾസ്, അവൾ പാവം, നനയ്ക്കാതെ നാളിലെ തുടങ്ങി നിരവധി സിനിമകൾ കെ രാജൻ നിർമ്മിച്ചു. മൈക്കിൾ രാജ്, സ്വന്തക്കാരൻ, വീട്ടോട മാപ്പിളൈ, പാമ്പ് സട്ടൈ, തുനിവ്, ബഗാസുരൻ തുടങ്ങി കുറേ സിനിമകളിൽ കെ രാജൻ അഭിനയിച്ചു. ഉണർച്ചികൾ എന്ന് പറഞ്ഞ ഒരു സിനിമയും നമ്മ ഊര് മാറിയമ്മ എന്ന് പറഞ്ഞ 2 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. വിതരണക്കാരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സംഘടനാ പ്രസിഡൻ്റായും പ്രവർത്തിച്ചിരുന്നു. ധീരമായി പറയാനുള്ളത് പറയുന്ന മനുഷ്യരായിരുന്നു കെ രാജൻ. 85 വയസ്സിൽ ചെന്നൈയിലെ അടയാർ നദിയിൽ ചാടി കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ഒരുപാട് പേർക്ക് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നു, കടം കൊടുത്തിരുന്നു. പലിശയോ മുതലോ കൊടുക്കാതെ ഒരുപാട് പേർ കെ രാജനെ പറ്റിച്ചു. ഈ പ്രശ്നം സ്വാഭാവികമായും വീട്ടിൽ വഴക്കായി. കടുത്ത മാനസിക സംഘർഷത്തിലായ രാജൻ കുടുംബത്തിൽ നിന്നും മാറി നുങ്കമ്പക്കത്തെ ഒരു ഹോട്ടൽ മുറിയിൽ താമസമാക്കി. ഒടുവിൽ നിവൃത്തികേട് കൊണ്ടാകണം, അല്ലെങ്കിൽ മാനസിക സംഘർഷം കൊണ്ടാകണം, നദിയിൽ ചാടി 85 വയസ്സിൽ ജീവനൊടുക്കി. പ്രഭുകാന്ത് എന്ന തമിഴിൽ ഇപ്പോൾ ചെറിയ മോശമല്ലാത്ത വേഷങ്ങൾ ചെയ്യുന്ന ഒരു മകൻ ഉണ്ട്. ധീരമായി സംസാരിക്കുകയും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ 85 വയസ്സിൽ നദിയിൽ ചാടി മരിക്കുന്നുവെങ്കിൽ ആ മനസ്സിലെ സംഘർഷം എത്രത്തോളമായിരിക്കാമെന്ന് ഞാൻ ഒരുപാട് നേരം ആലോചിച്ചു. എനിക്ക് ആ മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ച, മതിപ്പോടെ സംസാരിച്ച പ്രസംഗം എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നു. കെ രാജൻ എന്ന നിർമ്മാതാവിന്, അഭിനേതാവിന് ഈ പ്രായത്തിൽ ആത്മഹത്യ ചെയ്ത് മരിക്കാനായിരിക്കാം അദ്ദേഹത്തിൻ്റെ നിയോഗം. ആ വലിയ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒരു കാലത്ത് മദ്രാസിലെ മലയാളം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ പറ്റി, അത് ആണായാലും പെണ്ണായാലും, ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. എല്ലാം നാറിയ കഥകളാണ്. വിരലിലെണ്ണാനില്ലാത്തത്ര കുറവായിരുന്നു മാന്യമായി ഡബ് ചെയ്ത്
ഡബ്ബിംഗ് ജോലി ചെയ്ത് ജീവിച്ചവർ ചെന്നൈയിൽ. എന്തുകൊണ്ടാണിവർ ഇങ്ങനെ സ്വയം തൊലയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരം കിട്ടിയിട്ടേയില്ല. ഒരു സിനിമയുടെ വർക്കിനായി ചെല്ലുമ്പോഴുള്ള ഭർത്താവായിരിക്കില്ല അടുത്ത സിനിമയ്ക്ക് ചെല്ലുമ്പോൾ ചില ഡബ്ബിംഗ് താരങ്ങൾക്ക് ഒരു മടിയുമില്ലാതെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടാ ഇതാണ് എൻ്റെ ഭർത്താവെന്ന്. അടുത്ത പടത്തിന് ചെല്ലുമ്പോൾ ഇതാണ് എൻ്റെ ഭർത്താവ്. പരസ്പരം പഴി പറയുക, പാര വയ്ക്കുക, പറ്റിക്കുക, നുണ പറയുക തുടങ്ങി എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ വർക്കെല്ലാം കേരളത്തിലേക്ക് മാറിയപ്പോൾ പ്രധാനപ്പെട്ടവരെല്ലാം കോടമ്പക്കം വിട്ടു എറണാകുളത്തും തലസ്ഥാനത്തും തമ്പടിച്ചു. മദ്രാസിലെ വഷളത്തരം ഏതാണ്ട് എല്ലാവരും അവസാനിപ്പിച്ചു, മാന്യരായി എന്ന് തന്നെ പറയാം. സിനിമയും സീരിയലും ഇവിടെ തഴച്ചു വളരാൻ തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള പുതിയ പലരും ഡബ്ബിംഗ് രംഗത്തേക്ക് വന്നു. ഡബ്ബിങ്ങിനെ മാന്യമായ ഒരു തൊഴിലായി കണ്ടു. അങ്ങനെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേര് ഡബ്ബിംഗ് രംഗത്തുണ്ട്. എന്നാൽ ഇവിടെയും ചില പുഴുക്കുത്തുകൾ പറന്നു. അതിലൊരു നികൃഷ്ട ജന്തുവിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. തിരുവനന്തപുരത്ത് VTV എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. ആ VTVയുടെ പേരിൽ ഒരു സീരിയൽ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ നടത്താവുന്ന നല്ല ഒരു 2 നില കെട്ടിടത്തിൽ വഞ്ചൂരിലാണ് ഈ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. റോയി എന്ന് സ്നേഹപൂർവ്വം എല്ലാവരും റോയി 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 എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു ഉടമ. റോയിയെ പെട്ടെന്നറിയണമെങ്കിൽ കഥാകൃത്തും PRD ഉദ്യോഗസ്ഥനുമായ സലിൻ മാങ്കുഴിയുടെ അനുജനാണ്. ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന 2 പരമ്പരകളടക്കം നിരവധി പരമ്പരകൾ നിർമ്മിച്ചയാളാണ്. എങ്ങനെയോ എവിടെയോ വച്ച് ഒരു കൂതറ 4-ാം കിട, ശരിക്കും പറഞ്ഞാൽ അവളെ വേശ്യയെന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും, അങ്ങനത്തെ ഒരു അലവലാതി പെണ്ണും പിള്ളയുമായിട്ട് ഇയാൾ കയറി കെണിയിപ്പെട്ടു. റോയിയിലെ രക്തരക്ഷസിനെ പോലെ അവൾ റോയിയെ ഊറ്റി വലിച്ചു. ഭാര്യയും ഒരു മകനും ഒരു മകളുമുള്ള കുടുംബത്തെ തൽക്കാലത്തേക്ക് റോയി മറന്നു. ഇവൾ പറഞ്ഞതെല്ലാം റോയി ചെയ്തു. കൂട്ടുകാരെ മുഴുവൻ റോയി ഒഴിവാക്കി. റോയിയുടേതെല്ലാം ഈ ഡബ്ബിംഗ് താടക ഊറ്റിയെടുത്തു. ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വേഷവും ഡബ് ചെയ്തിട്ടില്ല. പേര് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന്. മാരുതി സെൻ കാറും സ്റ്റുഡിയോയും കോപ്പും കുന്തവും കുടച്ചക്രവും എല്ലാം റോയിയുടെ പൈസയിലാണ് ഉണ്ടാക്കി. ഇവിടെ ഒന്ന് വിലസുകയായിരുന്നു ഈ പെണ്ണ്. സുഹൃത്തുക്കളൊക്കെ റോയിയെ ഉപേക്ഷിച്ചു. പരമാവധി ഉപദേശിച്ചു നോക്കി. പക്ഷെ റോയി ഇവളുടെ കെണിയിൽ വീണ കാരണം ഊരാൻ പറ്റിയില്ല. ഇത് റോയിയെ ആപത്തിൽ കൊണ്ടു ചെന്നാക്കുമെന്ന് പറഞ്ഞതൊന്നും റോയി കേട്ടില്ല. റോയിയുമായുള്ള നഗ്ന ഫോട്ടോകളെടുത്ത് റോയിയുടെ ഭാര്യയ്ക്ക് മാത്രമല്ല മക്കൾക്കും അയച്ച് ആ കുടുംബത്തെ ഇവൾ തകർത്തു. ഈ ഡബ്ബിംഗ് താടക എവിടെയോ കൊണ്ടുപോയി ആദ്യ ഭാര്യയുള്ളപ്പോൾ റോയിയെ വിവാഹം കഴിച്ച ഫോട്ടോ ഉണ്ടാക്കി, അതും അയച്ചു കൊടുത്തു. റോയിയുമായി തെറ്റി ഈ താടക. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ പോകുമല്ലോ. ഈ അലവലാദികൾ പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇതിനൊക്കെ ഇറങ്ങണേ, അല്ലാതെ സ്നേഹിച്ചല്ലല്ലോ. റോയിയുടെ നഗ്ന ഫോട്ടോയൊക്കെ കണ്ട ഭാര്യയും മക്കളുമൊക്കെ അവരെ വഴി നോക്കിപ്പോയി. ഇയാളെ ഉപേക്ഷിച്ചു. ഇയാൾ നന്നാവില്ല എന്നും മനസ്സിലായി. ഇയാൾ എവളെയും കൊണ്ട് കുറേ കാലം പൊറുതിയായിരുന്നു. എന്നെ കാണുമ്പോൾ ഒളിക്കുമായിരുന്നു അയാൾ. ഇത്തരം ഒരു വിഷയമുള്ളതുപോലെ സംസാരിക്കില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും. ഒരുപാട് കൊച്ചു എന്താ പറയുക സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെയും കോമൺ സുഹൃത്തായ ഒരാൾ സെക്രട്ടേറിയറ്റ് നടയിൽ അനാഥനായി കിടക്കുന്നു, നമുക്കൊന്ന് ഗാന്ധി ഭവനിൽ കൊണ്ടാക്കാമെന്ന് എന്നോടൊന്ന് ചോദിച്ചു. ചേട്ടാ ഒന്ന് സഹായിക്കാമോ? ഞാൻ പറഞ്ഞു പിന്നെന്ത്, ഞാൻ അപ്പോൾ തന്നെ ഗാന്ധി ഭവനിൽ വിളിച്ച് റെഡിയാക്കി. ഗാന്ധി ഭവനിൽ എനിക്ക് വേണം അയാളെയും കൊണ്ട് പോയെന്ന് തോന്നുന്നു. അവിടെ ചെന്ന ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷനായി കേട്ടപ്പം മറ്റേ അനാഥൻ പറഞ്ഞു, എനിക്കിങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ ഇവിടെ കിടക്കാക്കില്ല എന്ന് പറഞ്ഞു തോന്നുന്നു. തിരിച്ചു പോന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അത് പരാജയപ്പെട്ടു ചേട്ടാ, അയാൾ അവിടെ പോവില്ല എന്നാണ് പറയണത്. ഇങ്ങനെ നല്ല ബന്ധമായിരുന്നു ഞാനുമായിട്ട്. റോയിയുമായി തെറ്റി ഈ താടക. അപ്പോൾ അവൾക്ക് വേറൊരുത്തന്നെ കിട്ടി. ഈ വാവളന്താന്മാരൊക്കെ എവിടുന്ന് വരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭർത്താവും ഒരു മോനും ഒക്കെ ഉള്ളവളാണ് ഇവൾ. ഇവളെ മോനും മോളും ഭാര്യയൊക്കെ ഉള്ള റോയി കെണിയിപ്പെട്ടു.
റോയിയുമായിട്ട് പൊറുതി കുറച്ച് കാലമായി അവൻ്റെ കാശൊക്കെ ഊറ്റി കഴിഞ്ഞപ്പോൾ വേറൊരുത്തനെ കിട്ടി, ഒരു വാവളം തന്നെ. അവനെയും കൊണ്ട് ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഏത് ഉടപ്പച്ചാങ്കുഴിയിലോ ചെന്ന് നിന്നിട്ട് അവനുമായിട്ടൊരു വീഡിയോ എടുത്തിട്ട് അതെടുത്ത് റോയിക്ക് അയച്ചു കൊടുത്തു. കണ്ടോടാ എൻ്റെ ചുണക്കുട്ടനെ, ആലോചിച്ച് നോക്കൂ, എടാ മറ്റവനെ കണ്ടോടാ എൻ്റെ പുതിയ ചുണക്കുട്ടനെ എന്ന് പറഞ്ഞ് ഒരു സൗണ്ട് ഓഡിയോ അയച്ചു കൊടുത്തു. ഞാൻ കേട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കള്ളം പറയുകയല്ല. എൻ്റെ ആ വീഡിയോയും ഉണ്ട്, ആ ഫോട്ടോയും ഉണ്ട്, ഇവളുടെ ഓഡിയോയും ഉണ്ട്. ഇതോടുകൂടി അയാൾ ഒരുപാട് തകർന്നു എന്ന് തന്നെ പറയാം. ഭർത്താവും ഒരു കാള ചെറുക്കനും ഉള്ളവളാണ് ഈ താടക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഭർത്താവ് ഉദ്യോഗസ്ഥന് മദ്യക്കുപ്പിയും കാശും കിട്ടിയാൽ മതി അത്രേ. ഭാര്യ 100 പേരുടെ പോയാലും അയാൾക്ക് ഒരു പ്രശ്നവുമില്ല. റോയിയെ നഗ്ന ഫോട്ടോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കിട്ടാവുന്നത്ര ഊറ്റി കുടിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. 20 ലക്ഷം രൂപയ്ക്കെന്തോ റോയിയുടെ സ്റ്റുഡിയോ പണയം വെച്ച് ഇവക്ക് എടുത്തു കൊടുക്കാൻ എല്ലാം റെഡിയായതാണ്. അന്നാണ് ഊട്ടിയിൽ നിന്ന് ഈ ഫോട്ടോ വരണേ. അപ്പോൾ ആ ലോൺ ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ആ സ്റ്റുഡിയോ ബിൽഡിങ്ങും പോയേനെ. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് പുതിയ മന്ത്രിമാരിൽ തലസ്ഥാനത്ത് റോയിയുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ പോസ്റ്റ് ഇട്ട ആളായിരുന്നു റോയ്. മാങ്കുഴിയിലെ സ്വന്തം വീട്ടിൽ, അമ്മ മാത്രമുള്ള വീട്ടിൽ 1 മുഴം കയറിൽ റോയ് ജീവനൊടുക്കി. ജീവനെടുക്കാൻ കാരണം പറയുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛൻ്റെ അല്ലെങ്കിൽ റോയിയുടെ നഗ്ന ഫോട്ടോ അയച്ച് മതിയാവാത്തതുകൊണ്ട് റോയിയുടെ അമ്മയ്ക്കും അയച്ചു കൊടുത്തു ഈ അലവലാതി എന്നാണ് പറയുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് മാങ്കുഴിയിൽ പോയി റോയിയെ അവസാനമായി ഞാൻ കണ്ടു. ജ്യേഷ്ഠൻ സലിനെയും കണ്ടു. അവസാന നിമിഷം മകൻ വന്ന് അടിച്ചതിനു വേണ്ടി കരയുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്തു. ഈ താടക ഫേസ്ബുക്കിൽ റോയിക്ക് പ്രണാമമിട്ട് രസിക്കുന്നു. ഇപ്പോൾ 4-5 പേരുടെ ചിലവിൽ ഭംഗിയായി ജീവിക്കുകയാണത്രേ ഈ അലവലാതി. മാസം 5 പേരിൽ നിന്ന് 50,000 രൂപ വെച്ച് വാങ്ങിച്ചാൽ 2.5 ലക്ഷം ആയില്ലേ? സുഖിച്ച് ജീവിക്കാമല്ലോ, വേണമെങ്കിൽ ഓടി കാർ വരെ എടുക്കാമല്ലോ. അപാരമായ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. ഒരുത്തൻ 1 മുഴം കയറിൽ തീർന്നു. ബാക്കിയുള്ള പമ്പര വിഡ്ഢികളും ഇവളുടെ കൈകൊണ്ട് തീരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തലസ്ഥാനത്തെ സ്റ്റുഡിയോ ഉടമകൾക്ക് സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു റോയ്. തെല്ലെങ്കിലും റോയിയോട് സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ ഈ സ്റ്റുഡിയോ മുതലാളിമാർ ഉറച്ച ഒരു തീരുമാനമെടുക്കണം. ഈ ബേശിയേക്കാൾ മോശമായ ഈ പെണ്ണും പിള്ള ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കയറി ഇനി ഡബ് ചെയ്യാൻ വരണ്ട എന്നങ്ങ് തീരുമാനിക്കണം. കാരണം നാളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അടിവേര് അവൾ ഇറക്കും. അവൾ വ്യഭിചരിച്ചും ഏതവനെങ്കിലുമൊക്കെ മതി എന്ന് കരുതുന്നവന്മാരും പോകട്ടെ. മറ്റൊരാളിന് റോയിയുടെ അനുഭവം ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ അയാൾക്ക് ആത്മാഞ്ജലിയൊന്നും നേരുന്നില്ല, കാരണം അതിന് റോയി അർഹനല്ല. ഒരു ഭാര്യയും തലയെടുത്ത 10-20 വയസ്സായ മോനും 10-18 വയസ്സായ ഒരു മകളുമുള്ള ഒരു മനുഷ്യൻ ഒരു അലവലാതി ഡബ് ചെയ്യാനെന്നും പറഞ്ഞ് വന്ന് വലിപ്പിക്കുമ്പോൾ അവളെ പുറകെ പോയി അവൾക്ക് 5 പവൻ്റെ താലിമാലയും അവളെ അമ്മയുടെ പെലോളിക്കുള്ള കാശുമൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ളവളെയും കൊണ്ട് നടക്കുന്നവനൊന്നും ആത്മാഞ്ജലി കൊടുക്കേണ്ട കാര്യമില്ല. യവനൊന്നും തെമ്മാടിക്കുഴിയിലല്ലാതെ യവനൊന്നും സ്വർഗത്തിലെത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വാരഫലമാണ്. മരിച്ച 2 പേരെക്കുറിച്ചാണ്, ആത്മഹത്യ ചെയ്ത ഒരാളെക്കുറിച്ചും അല്ല, 2 പേരും ആത്മഹത്യ ചെയ്തതാണല്ലോ. നിർമ്മാതാവ് കെ രാജനും സ്റ്റുഡിയോ ഉടമ റോയ് നല്ല നടനുമായിരുന്നു. എനിക്ക് തീട്ടി വരുന്നു. എന്തിനീ, അതോ നല്ല ഹാൻസം, 6 അടി 1 ഇഞ്ചോ 2 ഇഞ്ചോ പൊക്കമുള്ള നല്ല മനുഷ്യനായിരുന്നു റോയ്. പോട്ടെ. നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നവർക്ക് പി കെ ശ്രീനിവാസനെ നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പല എപ്പിസോഡുകളിലും കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് പി കെ ശ്രീനിവാസൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ. ട്യൂട്ടോറിയൽ അധ്യാപകനായി, സിനിമ തിരക്കഥാകൃത്തായി, സിനിമ പാട്ടെഴുത്തുകാരനായി, ഡോക്യുമെൻ്ററി സംവിധായകനായി, പുസ്തക പ്രസാധകനായി, മലയാള നാടിലും കേരളകൗമുദിയിലും കലാകൗമുദിയിലും ഫിലിം മാഗസീനിലുമൊക്കെ പ്രവർത്തിച്ച് ഇന്ത്യ ടുഡേ മലയാളം തുടങ്ങിയപ്പോൾ അതിൻ്റെ എഡിറ്റർമാരിൽ ഒരാളായി. ഇന്ത്യ ടുഡേ മലയാളം പതിപ്പ് അവസാനിക്കും വരെ പ്രവർത്തിച്ച പത്രപ്രവർത്തകൻ. ഹരിഹരനെക്കുറിച്ച് ചലച്ചിത്ര അക്കാദമിക്കായി പുസ്തകം എഴുതിയ ആൾ.
കോടമ്പക്കം അനുഭവങ്ങൾ വച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയ ആളുമാണ് പി.കെ. ശ്രീനിവാസൻ. അടിയന്തരാവസ്ഥയുടെ ഭീകരത പറയുന്ന രാത്രി മുതൽ രാത്രി വരെ അടക്കം നിരവധി പുസ്തകങ്ങൾ എഴുതി. നമ്മുടെ DMK നേതാവായ കരുണാനിധിയുടെ മകളായ കനിമൊഴിയുടെയും പാർത്ഥസാരഥിയുടെയും അടക്കം, ഇന്ദിരാ പാർത്ഥസാരഥിയുടെയും പെരുമാൾ മുരുകൻ്റെയും അടക്കം നിരവധി പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ എഴുത്തുകാരനാണ് പി.കെ. ശ്രീനിവാസൻ. KS സേതുമാധവന് ഒരു പത്മ പുരസ്കാരം ലഭിക്കാൻ ഒരുപാട് പേരോട് വഴക്കിട്ട മനുഷ്യനാണ് പി.കെ. ശ്രീനിവാസൻ. പ്രേം നസീർ മരിച്ച വിവരം മരിച്ച ദിവസം തന്നെ കേരളകൗമുദിയിലൂടെ മലയാളികളെ അറിയിച്ച ആളുമാണ് ഷീനിച്ചേട്ടൻ. ബാക്കിയെല്ലാം അടിച്ചുപോയി. വെളുപ്പാങ്കാലം 3 മണി കഴിഞ്ഞുകൊണ്ട് എല്ലാവരും അടിച്ചുപോയി, ഇന്ന് മരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. പി.കെ. ശ്രീനിവാസൻ വിജയ ഹോസ്പിറ്റലിൽ തന്നെ കാത്തിരുന്ന് അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ അന്ന് ടെലഗ്രാമാണെന്നോണം എന്തോ കൊടുത്ത്, അല്ലെങ്കിൽ കാൾ ബുക്ക് ചെയ്യണമെന്നുള്ളൂ, അങ്ങനെ എന്തോ ചെയ്ത് കേരളമതിയിൽ മാത്രമാണ് അവസാനത്തെ എഡിഷനിൽ നസീർ സാർ മരിച്ചത് അടിച്ചു വന്നത്. ഷീനിച്ചേട്ടനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. രസകരമായ ഒരുപാട് സംഭവ പരമ്പരകളുണ്ട്. ഞാൻ മദ്രാസിൽ സിനിമയുടെ വർക്കിന് പോകുമ്പോഴൊക്കെ ഷീനിച്ചേട്ടൻ വർക്ക് ചെയ്യുന്ന രാധാകൃഷ്ണ ശാലയിലെ ഇന്ത്യ ടുഡേയുടെ ഓഫീസിലും പോകുമായിരുന്നു, ഷീനിച്ചേട്ടൻ്റെ വീട്ടിലും പോകുമായിരുന്നു. ഷീനിച്ചേട്ടൻ്റെ ഭാര്യയിൽ നിന്ന് ഒരുപാട് ശകാരവും കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്നേഹ വർത്തമാനങ്ങളും കേട്ടിട്ടുണ്ട്, നല്ല ചായയും ഞാൻ കുടിച്ചിട്ടുണ്ട്. MD മദ്രാശിയിലെത്തിയാൽ മൈലാപ്പൂരിലെ റോഡ് സൈഡിൽ വിൽക്കുന്ന പഴയ പുസ്തകങ്ങൾ തിരയാനും കണ്ണിമേറ ലൈബ്രറിയിൽ പോകാനുമൊക്കെ ഷീനിച്ചേട്ടനായിരുന്നു സന്തത സഹചാരി. എന്നാൽ നമ്മുടെ വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എടുത്ത ആസാദിനോടൊക്കെ MD കാണിച്ച ശരിയില്ലായ്മകൾ തുറന്നെഴുതിയിട്ടുമുണ്ട് MD ജീവിച്ചിരിക്കുമ്പോൾ. അല്ലാതെ ഇവിടെ ഇപ്പോൾ 2 കൂതറകൾ ചേർന്ന് MD മരിച്ചപ്പോൾ അപഖ്യാതികൾ എഴുതിയില്ല, അതുപോലെയല്ല. MT വാസുദേവൻ നായർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ആസാദിനോടൊക്കെ കാണിച്ചത് തെറ്റായിപ്പോയി എന്ന് എഴുതിയ മനുഷ്യനുമാണ് ഷീനിച്ചേട്ടൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുകഞ്ഞോ തല്ലുകൊള്ളി തരത്തിനോ പുറത്തായവരെയൊക്കെ പി.കെ. ശ്രീനിവാസൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും എന്ന ഒരു ന്യൂനത മാത്രമാണ് ഞാൻ ആകെ ശ്രദ്ധിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം കാണിച്ച് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പറഞ്ഞ് പുറത്താക്കുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും ഷീനിച്ചേട്ടൻ്റെ സുഹൃത്തുക്കളാണ്. പി.കെ. ശ്രീനിവാസൻ്റെ പുതിയ പുസ്തകം അദ്ദേഹം മലയാള നാടിൽ SK നായരുടെ മലയാള നാടിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്നു. ആ മലയാള നാടിൽ വർക്ക് ചെയ്തിരുന്ന കാലത്തെ സ്മരണകളിൽ സുവർണരേഖ എന്ന പുസ്തകമാണ് ഏറ്റവും പുതിയ റിലീസ്. കവർ നന്നായില്ല എങ്കിലും പുസ്തകം രസകരമാണ്. അതും ഷീനിച്ചേട്ടൻ്റെ സ്റ്റൈലിലാവുമ്പോൾ നമുക്ക് വായിച്ചിരിക്കാൻ തോന്നും. നർമ്മബോധം ജീവിതത്തിൽ ഒരുപാടുള്ള ഷീനിച്ചേട്ടൻ്റെ മലയാള നാടിലെ അനുഭവങ്ങളും കുറേ ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഇത്തവണ പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്ലസ് മീഡിയ തന്നെ പുറത്തിറക്കി. 280 രൂപയാണ് വില. പക്ഷേ 160 പേജേ ഉള്ളൂ. 17 ചാപ്റ്ററുകളിലായി പറയുന്ന സംഭവങ്ങൾ രസകരമാണ്. മലയാള നാടിൻ്റെ ഉടമ SK നായർ ആരായിരുന്നു എന്ന് ഈ പുസ്തകം നമുക്ക് വ്യക്തമാക്കി തരും. വിലാസം ആയിക്കടേ, ഞാനൊരു പുസ്തകം അയച്ചു തരാം എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു. തലസ്ഥാനത്തെ പുസ്തകശാലകളിൽ നിന്നും ഞാൻ വാങ്ങുന്ന പുസ്തകങ്ങൾക്ക് 35% വരെ വില കുറച്ച് വലിയ പുസ്തകശാലകൾ എനിക്ക് തരാറുണ്ട്. കിട്ടുന്ന കാശൊക്കെ പുസ്തകം വാങ്ങിച്ച് തീർക്കുന്നതിലെ സ്നേഹം കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ചെയ്യുന്നത്. നക്കിത്തരം കാണിക്കുന്ന DC ബുക്സ് പോലും എനിക്ക് 20% കുറച്ച് തരാറുണ്ട്. 280 രൂപയുടെ ഷീനിച്ചേട്ടൻ്റെ പുസ്തകം ചുരുങ്ങിയത് 220 രൂപയ്ക്ക് എനിക്ക് കിട്ടാം. എന്തായാലും ഷീനിച്ചേട്ടൻ എനിക്ക് വിലാസം അയച്ചു കൊടുത്തപ്പോൾ പുസ്തകം അയച്ചു തന്നു. ഓസ് വേണ്ട എന്ന് ഞാനും കരുതി. 280 രൂപ മുഴുവനായും ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. ഉടനെ ചിരിക്കുന്ന ഒരു എംബ്ലം എനിക്ക് മറുപടിയും വന്നു. നല്ല പുസ്തകമാണ്, മലയാള നാട് എന്താണ്, SK നായർ എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ കമലാ സുരയ്യ എന്ന മാധവക്കുട്ടി അടക്കം OV വിജയൻ അടക്കം മലയാള നാടുമായി സഹകരിച്ചവരുടെ കഥകളൊക്കെ രസകരമായി പറയുന്ന പുസ്തകമാണ്. നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറയും. സകലമാന തരികിടകളുടെയും വിളനിലമായി മാറിയിരിക്കുകയാണല്ലോ എറണാകുളം. അധോലോകവും മയക്കുമരുന്നും വ്യഭിചാരവും കള്ളപ്പണവും സിനിമയും എല്ലാം കൂടിക്കൊഴിഞ്ഞ സിറ്റിയാണിപ്പോൾ കൊച്ചി. ഇതിലൊക്കെ
കൊച്ചിയിലുള്ളവരേക്കാൾ വന്നൊട്ടികളാണത്രേ കൂടുതലുള്ളത്. കൊച്ചിക്കാരല്ല കൂടുതൽ. അവിടെ വന്നു കയറുന്ന കൂതറകളാണ് ഇതിലെല്ലാം ഉള്ളതെന്ന് പറയുന്നു. 16 വയസ്സ് കഴിഞ്ഞ ഏതാണ്ട് പെൺപിള്ളേരുടെയൊക്കെ അസുഖമാണ് എനിക്കൊരു മോഡലാകണം എന്നത്, അല്ലെങ്കിൽ എനിക്കൊരു നടിയാകണം, ചുരുങ്ങിയ പക്ഷം ഒരു അവതാരകയെങ്കിലും ആകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ആഗ്രഹം. അതിനായി ഞാൻ എന്തിനും റെഡി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. മോഡലിങ്ങിൻ്റെയോ അവതാരകയുടെയോ DJ-യുടെയോ പേരിൽ കള്ളക്കടത്തിനും ലഹരിക്കടത്തിനും കരിയറാവാൻ തയ്യാറാകുന്നവരും ഈ പട്ടികയിലുണ്ട്. എനിക്ക് വരുന്ന പടങ്ങളിൽ, വാർത്തകളിൽ മദാമ കളിക്കുന്ന പെൺപിള്ളേർ തുണിയും മണിയും ഇല്ലാതെ എന്തിനും തയ്യാറെന്ന് പോരിന് വിളിക്കുന്ന ഐറ്റംസുകളാണ് ഏറെയും. എനിക്ക് ചിലർ സ്ഥിരമായിട്ട് അയച്ചു തരാറുണ്ട്. ആണിനേക്കാൾ എന്തിനും തയ്യാർ എന്ന് പരസ്യമായി പറയുന്ന, ചെയ്യുന്ന പെൺപിള്ളേർ ദേഹമാസകലം ടാറ്റു കുത്തി വരച്ച്, മുടിയൊക്കെ ഹെന്നയിട്ട് പാറിപ്പറത്തി, അവിടെ ഇവിടെയും കാണാവുന്ന വേഷങ്ങളിട്ട് ലഹരി പുകച്ച് നടക്കുന്ന ഒരു വലിയ കൂട്ടം ഇപ്പോൾ എറണാകുളത്തുണ്ട്. 2 നാൾ മുമ്പ് മോഡലിങ്ങിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യക്കടത്തും പെൺഭാണിയവും നടത്തുന്ന 3 പെണ്ണുങ്ങളെ എറണാകുളത്ത് മരട് പോലീസ് പൊക്കി. തിരുവനന്തപുരത്തുകാരി സിന്ധുവും ആലുവാക്കാരി അലീനയും പൊന്നാനിക്കാരി മഞ്ജിമയുമാണ് പൊക്കിയത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാളുള്ളതുകൊണ്ട് നമ്മളെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. വിളിച്ചപ്പോൾ ഞാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് റഹ്മത്തിനെ കയറ്റിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കണക്ട് ചെയ്യാറുന്നില്ലേ എന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞോണ്ട് റഹ്മത്തിൻ്റെത് ഓക്കെ ആക്കിയതാ. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പൊ അതിനേക്കാളും ഇത്ര നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. ചേച്ചി വിജയം വിളിച്ചോണ്ടിരിക്കുക, സാഗർ മെസ്സേജ് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. ഇവളുമാർ പോകുന്നത് കണ്ടാൽ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. നമ്മളൊക്കെ ആണെങ്കിൽ പതറിപ്പോവും. ഇത് പോലീസുകാർ പൊക്കിക്കൊണ്ട് പോകുന്ന കണ്ടാൽ ഈ പോലീസുകാർ ഇവക്കൊക്കെ അകമ്പടി പോവുകയാണെന്ന് തോന്നും. ഒരു കൂസലുമില്ല, കുലുങ്ങി പോണോണം കാണാൻ. അവൾക്കറിയാം ഞാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും 1000 പണമെറിഞ്ഞ് വലിയ വക്കീലുമായി പണച്ചാക്കുകൾ സ്റ്റേഷനിലെത്തുമെന്ന്. ആ ധാർഷ്ട്യമാണ് പെൺവാണിഭ കേസിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണിക്കുന്നത്. മുഖം മറയ്ക്കാനൊന്നും തനിക്കാവില്ല, എൻ്റെ മുഖം നോക്കി വച്ചോ, എന്നിട്ട് ബിസിനസ്സിൽ പരിചയപ്പെടാം, ഞാൻ തിരിച്ചു വരട്ടെ എന്ന ഭാവത്തിലാണ് പോണേ. ഒരു പെൺകൊച്ചു കൊടുത്ത പരാതിയിലായിരുന്നു അറസ്റ്റ്. പിന്നെ രണ്ടാമത് വേറൊരു പെൺകൊച്ചും കൂടെ കൊടുത്തു. മോഡലിങ്ങിനായി തിരഞ്ഞെടുത്ത കൊച്ചിനെ ഗൾഫിലെത്തിക്കുന്നു. ആദ്യം ഗൾഫിലെത്തിച്ച് പാസ്പോർട്ടും വിസയും കൈപ്പിടിയിലാക്കിയാൽ വരുന്ന പെങ്കൊച്ച് പറയുന്ന വഴിയെ ചെല്ലുമെന്ന് ഇവർക്കറിയാം. ചെന്ന ഉടനെ തന്നെ മയക്കുമരുന്ന് നൽകി ബോധരഹിതരാക്കും. പിന്നെ ഈ പെങ്കൊച്ചുങ്ങളുടെ നഗ്ന ചിത്രങ്ങളെടുക്കും. 25,000-ൽ കുറഞ്ഞ ഒരു വേഴ്ചയ്ക്കും കൊടുക്കാറില്ല. ഈ പുതിയ മുഖങ്ങളല്ലേ, 25,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിയിട്ട് വേഴ്ചയ്ക്ക് പിള്ളേരെ കാഴ്ചവയ്ക്കും. ബോധം വന്നാൽ ഈ ഫോട്ടോകൾ കാണിച്ച് നല്ല തുകയ്ക്ക് പലർക്കും കാഴ്ചവയ്ക്കും. ഇതാണ് മോഡലിംഗ്. വിദേശത്ത് ഇതിനായി ഡീലർമാർ, നമ്മുടെ നാട്ടിൽ പറയുന്ന മാമന്മാരെന്ന് പറയില്ലേ, മാമാപ്പണി ചെയ്ത് നടക്കുന്ന, ഗൾഫിൽ നിന്ന് വരുമ്പോൾ സ്പ്രേയൊക്കെ അടിച്ച് ടൈയും കോട്ടുമൊക്കെ കെട്ടി പറഞ്ഞ് അമേരിക്കയിൽ വരെ ഉണ്ടെന്ന് ഇങ്ങനത്തെ മാമന്മാർ. ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോയിട്ട് താരനിശ, തേങ്ങ നിശ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ പെണ്ണ് കൂട്ടി കൊടുത്തിട്ട്, സിനിമാക്കാരെ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, പറയുന്ന വിലയ്ക്ക് കൊടുത്തിട്ട്, കേരളത്തിൽ വരുമ്പോൾ ടൈയും കോട്ടുമൊക്കെ കെട്ടി സ്പ്രേയും അടിച്ച് നടക്കണമെന്നും കാണാൻ. ഇങ്ങനെ ഇവന്മാരാണ് ഡീലർമാർ. ഞാൻ മാമന്മാരെന്നേ പറയുള്ളൂ. പിന്നെ ഇവർക്ക് ആളുകളെ എത്തിക്കുന്ന ഏജൻറ്റന്മാരും ഉണ്ട്. അവർ ലക്ഷക്കണക്കിന് രൂപ കൊയ്യും, ദിനാറായിട്ടും ദർഹമായിട്ടും ഒന്നും ഞാൻ പറയണ്ടല്ലോ. ഒരു വലിയ ശൃംഖല തന്നെ ഈ പണിക്കായി അറബ് രാജ്യങ്ങളിൽ മലയാളികൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ അറസ്റ്റിലായ 3 പേരിൽ അലീന മിടുമിടിക്കുകയാണത്രേ. ഇക്കഴിഞ്ഞ നവംബറിൽ വൈറ്റിലയിലെ ഒരു ബാറിൽ നടന്ന തമ്മിൽ തല്ലിലെ ഒരു പ്രതിയായിരുന്നത്രേ ഈ പെങ്കൊച്ച്. പുതിയ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ഈ വിഷയത്തെ എത്ര ഗൗരവമായി എടുക്കും
എന്നെനിക്കറിയില്ല, പാർக்கலாம் എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. മോഡലിനെ വേണം, മേക്കപ്പ് വുമണിനെ വേണം എന്നൊക്കെ പരസ്യപ്പെടുത്തി പെൺപിള്ളേരെ സംഘടിപ്പിക്കുന്ന പണിയാണത്രേ തിരുവനന്തപുരത്തുകാരിയും മരടിലെ ഒരു ഫ്ലാറ്റിൽ താമസക്കാരിയുമായ അലീന എബ്രഹാം എന്ന 27-കാരിയും പൊന്നാനിക്കാരിയായ 25-കാരി മഞ്ജുമയും ചെയ്തിരുന്ന പണി. ഏജൻറ്റുമാർ എന്നാണ് ഇവരുടെ തസ്തിക. ദുബായിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തിപ്പുകാരിയാണത്രേ പെൺവാണിഭ സംഘത്തിൻ്റെ മുഖ്യ സൂത്രധാരിയായ പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശി 56 വയസ്സുകാരിയായ സിന്ധു എന്ന സ്റ്റോയ്സി. ഈ മാമിയാണ് സ്ഥാപനം നടത്തുന്നത്. പെരുമ്പാവൂരുകാരിയാണ്. രാജ്യാന്തര സെക്സ് റാക്കറ്റിലെ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറയുന്നു. ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ്, വിസിറ്റിംഗ് വിസ എന്നിവയൊക്കെ നൽകുന്നത് ഈ മാമി സിന്ധുവാണ്, കോട്ടപ്പടിക്കാരി. ഈ കേസിലെ പ്രധാനികളായ 2 പേരെ ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നു. അത് വീഴ്ത്തും, ഉറപ്പായിട്ട് വീഴ്ത്തും. മുംബൈ വഴി വിദേശത്തേക്ക് കടക്കാൻ റെഡിയാകുമ്പോഴാണ് ഈ സിന്ധു എന്ന് പറഞ്ഞ കോട്ടപ്പടിക്കാരി, പെരുമ്പാവൂരുകാരി മാമിയെ പോക്കിയത്. ഇവിടുന്ന് ചില കൊക്കുകളെ പോലെ ഇരിക്കുന്ന കൂതറകൾ ബാർ ഡാൻസ്, ഉദ്ഘാടനം, ഈവൻ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ദുബായിലേക്ക് പറക്കുന്നതും ഈ കച്ചവടത്തിനാണ്. ഞാൻ ഇനി ആ വിഷയം, ഈ കൊക്കുകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. കണ്ടാന്ന് ഒരു ചോണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിനെയൊക്കെ ഈ ഗൾഫിൽ കിടക്കണവന്മാർക്ക് ഇത് ഇത്ര ആക്രാന്തം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഞാനൊരു കൊക്കിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ബാർ ഡാൻസിന് പോകുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോയി ഒരു 20 ദിവസം കണ്ടവൻ്റെ കൂടെയൊക്കെ കിടന്നിട്ട് തിരിച്ചു വരും. നടക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്, പക്ഷേ നമുക്ക് നമ്മളെ ചാനലിൽ കാണിക്കാൻ പറ്റില്ല, അകത്തായി പോകും നമ്മൾ. അപ്പോൾ എവിടെയോ ഏതോ ചാനലുകാരൻ ഈ ദിനേശിൻ്റെ പേര് പറഞ്ഞാൽ വിൽക്കാമല്ലോ, ആ ദിനേശ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൾ പറയാണ് അയാളെ എനിക്ക് പരിചയമില്ല, അയാൾ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ കുറേ വായ അടിച്ചിട്ട് പോകുന്നു. ഇതിൻ്റെ താഴെ വന്ന് ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരെന്ന് പറയില്ലേ, അങ്ങനെയുള്ളവന്മാർ കമൻ്റ് ഇട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത്. കുട്ടികളെ വളർത്താൻ അവൾ വ്യഭിചരിക്കുന്നെങ്കിൽ എന്താ തെറ്റ് എന്നാണ് ഒരുത്തൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചുമ്മാ വായിച്ചു നോക്കി എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ദിനേശിന് എന്ത് കാര്യം? അവൾ കുട്ടികളെ വളർത്താൻ വേണ്ടി തുണി അഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവൻ്റെ സഹോദരിയോ അവൻ്റെ ഭാര്യയോ അവൻ്റെ മകളെ അയക്കുമോ? അപ്പം അമ്മയെ തല്ലിയാലും 2 വർഷം എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് പോയി ഹോട്ടൽ ഉദ്ഘാടനം, ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് പോയി 10-20 ദിവസം റേറ്റ് പറഞ്ഞ്, മണിക്കൂർ പറഞ്ഞ്, സമയം പറഞ്ഞ് പൈസ പിരിച്ചിട്ട് വരുന്നവളെ, അല്ലെങ്കിൽ ഒരു ഡസൻ കാറെടുത്ത് അപ്പനൊരു കാറ്, 3 വയസ്സായ കുട്ടിക്കൊരു കാറ്, 20 വയസ്സായ ഒരു കാള ചെറുക്കനൊരു കാറെന്നൊക്കെ പറഞ്ഞ് വീതം വയ്ക്കുന്നവർക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷേ അവളെ വിമർശിച്ചാൽ നിനക്കെന്ത് കാര്യം? കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയല്ലേ തുണി അഴിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. യവനും ഈ പണി നടത്തുന്നവനായിരിക്കാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ആരൊക്കെയാകും വരിക എന്നതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ നേരം മുതൽ എൻ്റെ മനസ്സിലെ ചിന്ത. ആദ്യമായി MLA ആയപ്പോൾ തന്നെ സതീശന് കേരള മുഖ്യമന്ത്രിയായി ഭരിക്കാൻ കഴിയുമെങ്കിൽ, ആദ്യമായിട്ട് MLA ആയല്ലോ കേട്ടോ, 10-25 വർഷമായി MLA ആയിട്ട്. അപ്പോൾ MLA ആയി ആദ്യമായി മന്ത്രിയാവുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയായി കേരളം ഭരിക്കാമെങ്കിൽ PC വിശ്വനാഥിന് നന്നായി സാംസ്കാരികം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. PC വിശ്വനാഥാണ് അടുത്ത 5 വർഷക്കാലം സിനിമ അടക്കമുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രി. എന്തായാലും മുഖ്യമന്ത്രിയാകും മുമ്പ് കാർത്തികേയൻ്റെ വീട്ടിൽ സതീശൻ കയറി ചെല്ലുമ്പോൾ അവിടെ നടൻ ജഗദീഷിനെ മിന്നായം പോലെ ഞാൻ കണ്ടു. ഞാൻ ഇങ്ങനെ നോക്കി, ഇത് ജഗദീഷില്ലേ പോകണമെന്ന്. അതിനകത്ത് പോയി നിൽക്കുക. അപ്പോൾ സതീശൻ വരുമെന്ന് എങ്ങനെയോ അറിഞ്ഞിട്ട് പോയതാണ്. അതൊരു സൂചനയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തെങ്ങും കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കാനിടയില്ല എന്ന് തോന്നിയതിനാൽ ആകണം ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അറുത്തുമുറിച്ച് ജഗദീഷ് സാറ് അറിയാതെ വച്ച് കാച്ചിയത്. വെറും കാച്ചായിരുന്നു അതെന്ന് ജഗദീഷ് സാറിന് അറിയാവുന്നവർക്കെല്ലാം അറിയാം. KSFDCയുടെ ചെയർമാനോ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനോ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനോ ഒക്കെ അതിലേതെങ്കിലും ഒന്നിൻ്റെ തലപ്പത്ത് ജഗദീഷ് സാർ വരാമെന്ന് എനിക്ക് തോന്നി. കാർത്തികേയൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സതീശൻ വരുന്നത് അറിഞ്ഞ് അവിടെ പോയി നിൽക്കുക. വന്നാൽ ഭംഗിയായി ഭരിക്കും എന്നും ഉറപ്പാണ്. കാരണം എങ്ങനെയാണ് ഒരു സ്ഥാപനം കൊണ്ടുപോകേണ്ടതെന്നുള്ള തഞ്ചമൊക്കെ ജഗദീഷ് സാറിനറിയാം. രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെയും
ഏറെക്കുറെ എല്ലാവരും മന്ത്രിയായി. ചാണ്ടി ഉമ്മൻ ഒഴികെ ഏതാണ്ട് എല്ലാവരും മന്ത്രിയായി എന്ന് കരുതുമ്പോഴാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മന്ത്രിയായില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. സിനിമാ നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെയായ ഷൗക്കത്തിനെ സാംസ്കാരിക ക്ഷേമനിധി തലവനോ KSFDC ചെയർമാനോ ആക്കിയാൽ ഷൗക്കത്ത് ഭംഗിയായി ശോഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മുസ്ലിം ലീഗ് MLA ആയ മുൻ മന്ത്രിയായ നിർമ്മാതാവ് മഞ്ഞളാംകുഴി അലി എന്ന മാക് അലിക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം ഇല്ല. അദ്ദേഹവും KSFDC ചെയർമാനാകാൻ പറ്റിയ ആളാണ്. ജോഷി മാത്യു, നിർമ്മാതാവ് M രഞ്ജിത്ത് എന്നിവരും ഒരു സിനിമ കീ പോസ്റ്റിൽ വരാം. VM വിനു അടക്കമുണ്ട് പറ്റിയ പോസ്റ്റിൽ വരാൻ. അതിൽ ജോയി മാത്യുവിനെയും പെടുത്താം. VD സതീശൻ ഷാളൊക്കെ ഇട്ട് സ്വീകരിച്ചതല്ലേ. ഞാൻ കോൺഗ്രസ് അല്ല എന്നൊക്കെ പറഞ്ഞാലും എന്നേ അങ്ങേര് കോൺഗ്രസ്സായി. അധികാരമോഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു സിനിമാക്കാരനെ കണ്ടിട്ടില്ല, അധികാരമോഹമുള്ള. ജോയി മാത്യുവിനെയും ഏതെങ്കിലും ബുദ്ധിജീവി ആയതുകൊണ്ട് വേണമെങ്കിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ തലവനാക്കാം. അല്ല, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ അല്ല, ചലച്ചിത്ര അക്കാദമിയുടെ തലവനാക്കാം. ജോയി മാത്യു അതിന് ശ്രമിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അമ്മയുടെ പ്രസിഡൻ്റ് ആവാൻ നിന്നാൽ തോറ്റു പോകുന്ന കണ്ടപ്പം എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലും കയറി അധികാരത്തോട് അമിതമായ കമ്പമുള്ള മനുഷ്യനാണ്, ഇല്ല എന്നൊക്കെ പറയും. അപ്പം ജോയി മാത്യു ഇടിച്ച് നിപ്പുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. രമേഷ് പിഷാരടി MLA മനസ്സ് വച്ചാൽ ഒരു സിനിമാ ബോർഡിൻ്റെ ചെയർമാനാകാം. ആ വഴി ചിന്തിച്ച് തുടങ്ങിക്കാണില്ല പിഷാരടി. നിർമ്മാതാവ് സാബു ചെറിയാൻ അടക്കമുള്ളവർ കോൺഗ്രസ്സുകാരായി ഉണ്ട്. JJ കുറ്റിക്കാട് എന്ന് പറഞ്ഞ JC സാറിൻ്റെ ബന്ധുവായ നിർമ്മാതാവും കോൺഗ്രസ്സുകാരനാണ്. ആലിപ്പ അഷറഫുണ്ട്, ഫാസിലുണ്ട്. ഇവരെയൊക്കെ കോൺഗ്രസ് നന്നായി ഉപയോഗിക്കണം. അല്ലാതെ മറ്റേ വ്യാജ കത്തെഴുതി വ്യാജ പോസ്റ്റർ ഒട്ടിച്ച് രാത്രി അനോണിമസ് കോൾ വിളിക്കുന്ന അലവലാതിയെ പോലുള്ളവനെയൊന്നും പിടിച്ച് സാംസ്കാരിക രംഗത്ത് വയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് PC വിശ്വനാഥനോട് പറയാനുള്ളൂ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ചിഹ്ന ദളപതി വിജയ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ തമിഴകം കീഴടക്കിയത്. സത്യം പറഞ്ഞാൽ സ്റ്റാലിൻ ഞെട്ടിക്കാണും. കാരണം സ്റ്റാലിൻ പോലും തോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അത്ര സീറ്റുകൾ കിട്ടിയില്ല എങ്കിലും വിജയിച്ച ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയുടെ TVK. എതിരാളികളായി നിന്നവർ പോലും പിന്തുണ നൽകി സത്യപ്രതിജ്ഞ ചെയ്യാനും മുഖ്യമന്ത്രിയാകാനും കഴിഞ്ഞു വിജയ്ക്ക്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിടം മുതൽ ഞാൻ ആലോചിച്ച കാര്യം, രാഷ്ട്രീയ മുൻപരിചയവും അധികാര മുൻപരിചയവും ഒന്നുമില്ലാത്ത കുറേ പേരെ ജയിപ്പിച്ച് MLAയും മന്ത്രിയും ഒക്കെ ആക്കിയാൽ എന്താകും ഈ പാർട്ടിയുടെയും വിജയുടെയും തമിഴ്നാടിൻ്റെയും അവസ്ഥ എന്നായിരുന്നു. ലീഡർഷിപ്പിൽ വരാവുന്ന 10 നേതാക്കൾ പോലും വിജയുടെ കൈവശം ഇല്ല. ഉപദേശിക്കാനും ഓരോ കാര്യത്തിൻ്റെയും ഗുണവും ദോഷവും വരും വരായികളും പറഞ്ഞു കൊടുക്കാനും പറ്റിയ ഒരാളിൻ്റെ കുറവുണ്ട്. പരിണതപ്രജ്ഞനായ പിണറായിക്ക് പോലും എത്ര ഉപദേശകന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചോ രാമസ്വാമി പോലെ, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായിരുന്ന സുജാതയെ പോലെ ഒരാൾ വിജയ്ക്ക് അത്യാവശ്യം വേണം. ഇല്ലേൽ തമിഴ്നാടിൻ്റെ കാര്യം ചളകുളമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ കാര്യങ്ങൾ ഡൽഹിയിൽ നോക്കിയിരുന്നത് പഴയ കോൺഗ്രസ്സുകാരനായ പ്രൊഫസർ KV തോമസ് മാഷാണല്ലോ. കേന്ദ്രമന്ത്രിമാരുടെ മുന്നിൽ ഒരു ഫയൽ വരണമെങ്കിൽ മലടിയെ പിള്ള പെറിയിക്കുന്നതിനേക്കാൾ പണിയെടുക്കണം. ഇപ്പോഴറിയുന്നു തോമസ് മാഷ് അടുത്ത 5 കൊല്ലം തമിഴ്നാടിൻ്റെ ഡൽഹി പ്രതിനിധിയായി ഉണ്ടാകുമെന്ന് പിണറായിയുടെ സമ്മതത്തോടെ KV തോമസ് ചുമതല ഏറ്റെടുക്കുമെന്നും അറിയുന്നു. ഇതുപോലെ പരിണതപ്രജ്ഞനെ വച്ചില്ല എങ്കിൽ വിജയ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാം. ഒരു പെങ്കൊച്ച് വിജയുടെ TVKയുടെ MLA ആയി തിരഞ്ഞെടുത്തു, നല്ല വോട്ടിൽ. അവളെന്തെന്ന് വെച്ചാൽ വീട്ടിൽ രാജാപ്പാർട്ട് കസേരയൊക്കെ വരുത്തി അതിൽ ചാരി കിടന്നിട്ട് കുറേ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. ഇത്തരം ഐറ്റംസുകളെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ വിജയ് പെടും, വിജയ് നാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ വിവാദമായി അത്. വലിയ വലിയ IAS ഉദ്യോഗസ്ഥരെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് ഇവളൊരു രാജാപ്പാട്ട് കസേര ഇരുന്നിട്ട് ഇവൾ ഓർഡർ ഇടുന്നു. ചുക്കും ചുണ്ടാൻ പോറിനിടത്തൊരു പെണ്ണാണ്. വിവാദ ലോട്ടറി ടിക്കറ്റ്
ഒറ്റ സംഖ്യയുടെ ലോട്ടറിയൊക്കെ ഇറക്കിയിരുന്നല്ലോ സിക്കിമിൻ്റെയൊക്കെ. അതിൻ്റെ രാജാവായ സാന്റിയോഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവ് വിജയുടെ പാർട്ടിയുടെ MLA ആണ്, ഇപ്പോൾ മന്ത്രിയായി എന്ന് പറയുന്നു. എനിക്ക് അയാളുടെ പേരറിയില്ല. ഇവരൊക്കെ വിജയ്ക്ക് ഉറപ്പായും തലവേദന സൃഷ്ടിക്കും. സദാ ജാഗരൂപനായി ഇവരെയെല്ലാം വിറ്റമിടുക്കുള്ള സ്റ്റാലിൻ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള ബോധം ആർക്കുണ്ടായില്ലെങ്കിലും വിജയ്ക്കുണ്ടാവണം. DMK മുന്നണിയിലുണ്ടായിരുന്ന CPM, CPI, മുസ്ലിം ലീഗ് തുടങ്ങിയവരെ കൃത്യസമയത്ത് പിൻവലിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മുതൽ അമ്മച്ചരുടെ റോള്. വിജയ് ഇരിക്കണോ നിൽക്കണോ കിടക്കണോ എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഒരു ജോത്സ്യനുണ്ടായിരുന്നു അത്രയും മദ്രാസിൽ. റിക്കി രാധൻ പണ്ഡിറ്റ് വടിവേൽ എന്നാണ് അയാളുടെ പേര്. കൊള്ളാം, നല്ല പേരല്ലേ, റിക്കി രാധൻ പണ്ഡിറ്റ് വടിവേൽ എന്നാണ് അയാളുടെ പേര്. അയാളെ വിജയ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ വെച്ചു. OSD എന്നാണ് പോസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോത്സ്യന് ജോലി കൊടുത്തു. സ്വകാര്യ ജോത്സ്യനെ ഔദ്യോഗിക പദവി നൽകിയാൽ എന്ത് സന്ദേശമാണ് വിജയ് നൽകുന്നതെന്ന് DMK മുന്നണിയിൽ നിന്നും പിന്തുണ നൽകിയ CPM, CPI, VCK എന്നീ കക്ഷികളും കോൺഗ്രസിലെ MP ശശികാന്ത് സെന്തിലും ചോദിച്ചു. വിജയകാന്തിൻ്റെ ഭാര്യ പ്രേമലത വിജയകാന്തും നിയമസഭയിൽ ഇക്കാര്യം എടുത്തിട്ടു. മുമ്പ് ഈ പറയുന്ന വിക്കി കുന്തം കൊടച്ചക്രം എന്ന് പറഞ്ഞ ഈ MLA അല്ല, ഈ ജോത്സ്യൻ ജയലളിതയുടെ ജോത്സ്യനായിരുന്നു. ഇയാൾ അമ്മാവുക്ക് ചൊല്ലിക്കൊടുത്തതെല്ലാം തപ്പായി. ഇവൻ മുമ്പോട്ട് പോകാൻ പറഞ്ഞ സംഭവം പുറകോട്ടു. ഇവൻ പറഞ്ഞ ഒരു കാര്യവും ഫലിക്കുന്നില്ല. അമ്മ ചവിട്ടി പുറത്താക്കിയതാണ്. ഇവനൊരു പുല്ലും അറിഞ്ഞൂടാന്ന് പറഞ്ഞ് പുറത്താക്കിയ ആളാണ്. ജയലളിത ചവിട്ടി പുറത്താക്കിയ ആളാണ് ഈ പറയുന്ന എന്താ പറയുക റിക്കി രാധൻ പണ്ഡിറ്റ് വടിവേൽ. ഇപ്പോൾ നിവർത്തികേട് കൊണ്ട് വിജയും അയാളെ പുറത്താക്കി. വരും ദിനങ്ങൾ വിജയ് സൂക്ഷിച്ചാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വഴി കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്നവർ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വഴി കിടക്കുന്ന തേങ്ങ 1 രൂപ ചിലവാക്കാതെ വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്കടിക്കും. സ്വന്തം അമ്മയുടെ 100ാം വയസ്സ് ആഘോഷിക്കാൻ നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത ഒരു മുൻ നക്സൽ നേതാവ് ജീവിക്കുന്ന നാടാണ് കോഴിക്കോട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവർ ജീവിച്ചിരുന്നപ്പോൾ, ആ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അന്തസ്സായി ജീവിച്ച ഒരു നക്സലൈറ്റായിരുന്നു. അവർക്ക് 100 വയസ്സായപ്പോൾ അമ്മയുടെ 100ാം വയസ്സ് ആഘോഷിക്കാനായിട്ട് പരിചയക്കാർക്ക് മുഴുവൻ മെസ്സേജ് പോയി. അമ്മയുടെ 100ാം വയസ്സാണ്, നമുക്ക് ഗംഭീരമായി കോഴിക്കോട്ട് ആഘോഷിക്കണം, ഒരു 10,000 രൂപ ഒന്ന് സഹായിക്കണം, ഒരു 1000 രൂപ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അമ്മയുടെ 100ാം വയസ്സ് ആഘോഷിക്കാൻ 1000 രൂപ സംഭാവന ചോദിച്ചവരിൽ ചിലർ കൊടുത്തു. ചിലർ നിങ്ങളുടെ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഞാനെന്തിനാ സഖാവേ സംഭാവന തരുന്നതെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ വാട്സാപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെ അവരെ ബ്ലോക്കാക്കി ഇത്ര ഈ വിപ്ലവ സിംഹിണി. പഴയ വിപ്ലവ നായിക എന്ന ബഹുമാനത്തെ നന്നായി വിറ്റെടുക്കുകയാണ് അവർ എന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ഒരു ഉത്തമ വനിതാ രത്നമായ ശബ്ദക്കാരിയും കൊട്ടാരക്കര വിക്രമനും ചേർന്ന് കാഞ്ഞിരംകുളം മുത്തു ആശുപത്രിയിലേക്ക് കിടന്നപ്പോൾ ചികിത്സാ ചെലവിനെന്നും പറഞ്ഞ് ലോകം മുഴുവൻ പിരിച്ചു. ഈ കൊടുത്ത മണ്ടന്മാരെങ്കിലും അന്വേഷിച്ചോ എന്ന് എനിക്കറിയില്ല. മുത്തു മരിച്ചു പോയല്ലോ. എത്ര രൂപ ആരൊക്കെ എവിടെ നിന്നൊക്കെ തന്നു എന്ന് ഒരു കണക്കും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു പിരിച്ചു പുട്ടടിച്ചു. മുത്തുവിൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും കിട്ടിയതിൻ്റെ 10% കൊടുത്തോ എന്നും എനിക്കറിയില്ല. അതങ്ങ് പോയി. ഇപ്പോൾ ഈ ഐറ്റംസുകളെല്ലാം ചേർന്ന് മറ്റൊരു തട്ടിപ്പിന് വേണ്ടിയുള്ള പിരിവിനിറങ്ങിയിട്ടുണ്ട്. MDയുടെ ആദ്യ ഭാര്യയുടെ ഇല്ലാ കഥ എഴുതി കൊച്ചു പുസ്തകം പോലെ ചൂടപ്പം കണക്ക് വിറ്റ് കാശടിച്ച 2 പെണ്ണുപിള്ളമാരും വിപ്ലവ റിട്ടയർ സിംഹിണിയും ശബ്ദം വിൽക്കുന്നവളും ഒക്കെ കൂടി നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി ശരിയായില്ല, ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഒരു വനിതാ പുലിയെ ഇറക്കി വിധി പുനഃപരിശോധിപ്പിച്ച് ദിലീപിനെ അകത്താക്കുവാനായി ഒരു ട്രസ്റ്റ് എന്നെ അങ്ങ് രൂപീകരിച്ച്. കേട്ടപ്പോൾ സംഗതി കൊള്ളാമല്ലോ എന്ന് തോന്നി. നടക്കട്ടെ പാർக்கலாம் എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ ഒരു പെൺ സുഹൃത്ത് എന്നല്ല, ഒരു ചേച്ചി എന്ന് വിളിക്കാവുന്ന ഒരാൾ എന്നെ വിളിച്ചു. ദിനേശേ,
അതിജീവിതയ്ക്കായി കേസ് നടത്താൻ ഒരു ട്രസ്റ്റ് രൂപം കൊണ്ടത് അറിഞ്ഞോ? ഞാൻ പറഞ്ഞു അറിഞ്ഞു. ഈ അതിജീവിത നടിയുണ്ടല്ലോ, അവർ പിച്ചക്കാരിയാണോ? അല്ല. എന്ത് എന്ന് ചോദിച്ചു. അല്ല, ഈ കേസ് നടത്താനേ പിരിവെടുക്കുന്നു നമ്മുടെ വിപ്ലവ റിട്ടയർ സിംഹിണിയും ശബ്ദക്കാരിയും കൂടെ ഒരു സംഘടന ഉണ്ടാക്കി പിരിവെടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു ഈ നുണ വാർത്ത? നുണയല്ല, 100% സത്യം. വിപ്ലവ നായികയുടെ മകൾ വിളിച്ച് ഈ ട്രസ്റ്റിലേക്ക് കുറച്ച് പണം ഇടണം എന്ന് പറഞ്ഞു. ഒരു പാവപ്പെട്ടവൾക്ക് സഹായത്തിനോ മരുന്നിനോ ആഹാരത്തിനോ വീട് വയ്ക്കാനോ 10,000 ചോദിക്ക്, ഞാൻ തരാം എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. കോടീശ്വരിയായ ഒരു നടി, ഭർത്താവ് കർണാടകയിലെ ശതകോടീശ്വരനായ BJP MLA മകൻ. അവർക്ക് കേസ് നടത്താൻ നിങ്ങളെന്തിനാ കാശ് പിരിക്കുന്നതെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ മോള്, വിപ്ലവ സിംഹിണിയുടെ മോള് ഫോൺ കട്ടാക്കി. പിന്നാലെ വിപ്ലവ സിംഹിണി തന്നെ വിളിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, 1,000 രൂപയെങ്കിലും ഇടണം എന്നായി. 10 പൈസ ഇതിനായി തരില്ല എന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ആ ചേച്ചി ഫോൺ വച്ചു. MTക്കെതിരെ പരദൂഷണ പുസ്തകം എഴുതിയത് 2 എണ്ണം ചേർന്നാണല്ലോ. അതിൽ തെറി എഴുതി വച്ചവൾ വിപ്ലവ സിംഹിണിയുടെ മകളുമായി തലസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുകയാണത്രേ മഹാപിരിവിന്. വലിയ വലിയ പെണ്ണുങ്ങൾ ഞങ്ങൾ ചോദിക്കാതെ വലിയ തുകകൾ ഇട്ടു തരുന്നു ദിലീപിനെ പൂട്ടാൻ എന്നാണ് കാശ് ചോദിക്കുന്നവരോടൊക്കെ ഇവർ പറയുന്നത്. നാണമുണ്ടോ ഇവറ്റകൾക്ക് എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നാണമുണ്ടോ ഈ കൂട്ടങ്ങൾക്ക്? ഒരു കോടതി വിശദമായി 1800 പേജിൽ പ്രഭാതമായ ഒരു കേസിൻ്റെ വിധി പറഞ്ഞിരിക്കുന്നു. അതിൽ പങ്കെടുത്ത 6 എണ്ണത്തിന് ശിക്ഷിച്ച് അകത്തിടുന്നു. പബ്ലിക് ഡൊമൈനിൽ വിധി പ്രസ്താവം മുഴുവൻ കിടപ്പുണ്ട്. അതിലൊരിടത്തും 7 മുതലുള്ളവരെ ശിക്ഷിക്കാൻ ഒരു തെളിവും വന്നിട്ടില്ല എന്ന് വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്നാലും അടിച്ചതിനു വേണ്ടി കരയും പോലെ സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയിൽ പോയി. അടുത്ത 5 വർഷം പിണറായി എന്നെ ഭരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറാവും എന്നൊക്കെ വെയിറ്റിയർ ഹോട്ടലിലെ കാഷ്യർ സ്വാമിയും സ്വപ്നം കണ്ടു. അത് നടക്കട്ടെന്നേ, വേറൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ വരട്ടെ, വേറൊരു ജഡ്ജി കേസ് കേൾക്കട്ടെ, പുതിയത് വല്ലതും ചുരണ്ടിക്കൊണ്ട് കൊടുക്ക് ദിലീപിനെതിരെ എന്നാണ് എനിക്ക് ആ കേസിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ പുതിയൊരു സാധനം ചുരണ്ടിയിട്ടുണ്ട്. ദിലീപ് ഒരു ദിവസം മൂത്രമൊഴിച്ചത് ഈ നടിയുടെ വീടിനടുത്തുള്ള ഒരു മതിലിച്ചാരി നിന്നാണെന്ന് പറഞ്ഞ് കൊടുക്കുക തെളിവ്. അതെല്ലാം അന്വേഷിക്കട്ടെ. കാതിൽ കമ്മലിടത്ത ദിലീപിനെ തൂക്കിക്കൊല്ലാനുള്ള തെളിവുമായി കോടതിയിൽ ഉറങ്ങിയിരുന്ന ഭവതിയെ ഹൈക്കോടതിയിൽ പോകാൻ വച്ചില്ല എന്ന് തോന്നുന്നു. പണി നന്നായി മേശരി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ് കണക്കാവും അത് എന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല തീരുമാനമാണ്. കാരണം കോടതിയിൽ പോയിരുന്നു ഉറങ്ങുന്നവരൊന്നും അല്ലല്ലോ കേസിന് വയ്ക്കേണ്ടത്. പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന തൈരുസാദ സ്വാമി ഫ്രീ ആയല്ലോ, അദ്ദേഹത്തെ വേണമെങ്കിൽ നടുക്കി വയ്ക്കാം. ചിലപ്പോൾ ഇദ്ദേഹം ശിക്ഷിച്ച് പ്രതികൾക്കും പുറത്തിറങ്ങാനുള്ള വിധി, ആ ശിക്ഷ കിട്ടിയ 6 പേരുണ്ടല്ലോ അവർക്കും പുറത്തിറങ്ങാനുള്ള വിധി വാങ്ങിക്കൊടുക്കും വാദിച്ച് എന്നാണ് എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം എന്നുള്ളതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെയും വയ്ക്കി. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം പോയല്ലോ, ഇനി കാതി കമ്മലിട്ടവൾ വേണ്ട, കാതിൽ കടുക്കനിട്ടവൻ മതി എന്ന് വെച്ച് ഈ വെയിറ്റർ സ്വാമിയെ വെച്ചാൽ മതി. അതെന്തോ ആയിക്കോട്ടെ. തനിക്ക് വേണേൽ സർക്കാർ പ്രോസിക്യൂട്ടറെ വിശ്വാസമില്ലേൽ ഒരാളെ വയ്ക്കാം. ഡൽഹിയിൽ നിന്ന് വരുന്ന ചീറ്റപ്പുലി തന്നെ ആയിക്കോട്ടെ. പവനായി ശവമായി പോകുന്ന കാഴ്ച നമുക്ക് കാണാമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും എൻ്റെ ചോദ്യം, ലോകം മുഴുവൻ നടിയുടെ പേര് പറഞ്ഞ് പൈസ പിരിക്കുന്നത് എന്തിനാണ്? പുട്ടടിക്കാനല്ലാതെ എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു MLA കാണുന്ന പെൺപിള്ളരെയൊക്കെ കെട്ടാം, പക്ഷേ ആദ്യം നീ ഗർഭിണിയാകണം എന്ന വിചിത്ര ഡിമാൻഡ് വെച്ച് ഗർഭിണിയാക്കി പിന്നെ ഗർഭം കലക്കി പരിലസിച്ചപ്പോൾ ഈ വിപ്ലവ സിംഹിണിയും ശബ്ദം വയ്ക്കുന്നവളും അറിഞ്ഞതേയില്ല. ഒരു MLA ആണ്. ഫോണിൽ വിളിക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെടുന്ന പെൺപിള്ളേരുടെയൊക്കെ ഒരു വിചിത്ര കാര്യമല്ലേ പറഞ്ഞിരുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയണമെങ്കിൽ നീ ഗർഭിണിയാവണം, അതായത് കൂടെ കിടക്കണമെന്നാണല്ലോ. ഈ പാവം പെങ്കൊച്ച് വിചാരിക്കും, അയ്യോ എൻ്റെ ചേട്ടൻ്റെ ഒരു സ്നേഹം. ഒരു MLA അല്ലേ, ഗർഭിണിയായ വെറുതെ വിടുമോ? ഗർഭിണിയായോടും പറയും അതാ ബോട്ടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ 10 നിമിഷം കൊണ്ട് തട്ടും എന്ന് പറയുന്ന ഒരു അലവലാതി ഒരുത്തൻ
എത്രയോ പെൺകുട്ടികളെ നശിപ്പിച്ചു എന്നുള്ള കേസ് പുറത്ത് വന്നിട്ട് ഈ കോഴിക്കോട്ടിരിക്കുന്ന റിട്ടയേർഡ് ഈ എന്താ പറയുക വിപ്ലവ സിംഹിണിയും ഈ ശബ്ദം വിറ്റ് ജീവിക്കുന്നവളുമൊക്കെ കമാന്നൊരക്ഷരം മിണ്ടിയോ? മിണ്ടില്ല. എന്നാൽ ദിലീപിനെ എങ്ങനെ പൂട്ടാമെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടർ. ഇവിടെ ഒരു ചെറുക്കൻ ബലാത്സംഗത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത് പോക്സോ കേസിൽ വരെ പ്രതിയായപ്പോൾ അവന് കോടതി മുറിയിൽ കസേര വരെ അനുവദിച്ചപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മച്ചമ്പിയെ പോലെ പാർട്ടി സർക്കാർ പരിപാടികളിൽ കൊണ്ടു നടന്ന് പാർട്ടിയുടെയും സർക്കാർ പരിപാടികളിലും കൊണ്ടു നടന്ന് ആഘോഷിച്ചപ്പോൾ നീയൊക്കെ പൊതുജനത്തിന് എന്ത് സന്തോഷമാടാ കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ എന്താ പറയുക മറന്ന കക്ഷികളാണ് ഈ പറഞ്ഞ റിട്ടയേർഡ് വിപ്ലവ സിംഹിണിയും ശബ്ദം വിറ്റ് ജീവിക്കുന്നവളും. അവൾക്കൊപ്പം പിരിവുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവൾക്കൊപ്പം എന്നാണ് ഈ ട്രസ്റ്റിൻ്റെ പേര്. പുട്ടടിക്കാൻ വേണ്ടി ഈ അതിൽ മാന്യമായവരുണ്ടാവാം, പക്ഷേ ഇത് പുട്ടടിക്കാൻ 10 പൈസ വരുമാനമില്ലാത്തതുകൊണ്ട് പുട്ടടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പഴയ വിപ്ലവ സിംഹങ്ങൾ കൊഴിഞ്ഞ പല്ലും ഊർന്നു വീണ രോമവും ഒക്കെ പെറുക്കി കൂട്ടി ഇറങ്ങുന്നോ എന്നൊരു സംശയം എനിക്കുണ്ട്. രഹസ്യ പോലീസ് അതും അന്വേഷിക്കേണ്ടതാണ്. കാരണം റിട്ടയർ നക്സലുകളല്ല, അല്ലെങ്കിൽ പരസ്യമായി ഞാൻ നക്സലാണെന്ന് പറയാൻ പേടിയുള്ള ആണെന്ന് പറഞ്ഞ് മീശയൊക്കെ വെച്ച് നടക്കുമെങ്കിലും ഞാൻ നക്സലാണെന്ന് പറയാൻ പേടിയുള്ള കുറേ എണ്ണം കോഴിക്കോട്ടുണ്ട്. യുവമാരെല്ലാം കൂടിയാണ് ഈ ചേച്ചിമാരെ ഇറക്കുന്നതെന്ന് തോന്നുന്നു. രഹസ്യ പോലീസ് അത് അന്വേഷിക്കണം. എന്തായാലും പൈസ കൊടുക്കുന്നവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 10 പൈസ കൊടുക്കരുത്, ഇത് പുട്ടടിക്കാനാണ്. അല്ലാതെ ആ നടിയോട് ഒരു സിമ്പതി ഉണ്ടായിട്ടല്ല. അവർക്ക് കേസ് വാദിക്കണമെങ്കിൽ ഇപ്പോൾ മുകൾ റോത്തയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ പോലും ആ നടിക്ക് സാമ്പത്തികമായി കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് പൈസ വിരിക്കാൻ നടക്കേണ്ട നാണം കെട്ട കൂട്ടങ്ങൾ. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.